ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബീഡ്സ് വെച്ചിട്ട് വളരെ ക്യൂട്ടായിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇത് കുഞ്ഞു മക്കൾക്കും ബിഗിന്നേഴ്സിനും ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലൂ കളറിലുള്ള ഗ്ലാസ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള സ്മൈലി ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 3mm ഗിയർ വയർ ആട്ടോ. പിന്നെ മെറ്റൽ ഹെയർ ബോയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലൂ ഗ്ലാസ് ബീഡിന് പകരം നമുക്ക് വൈറ്റ് പേൾ ബീഡ് എടുക്കാം. അതേപോലെ സ്മൈലി ബീഡ് പല കളർ എടുക്കാതെ ഒരു കളറിലുള്ളതും അങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ പല ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളതാവുമ്പോൾ നമുക്ക് മക്കൾക്ക് എല്ലാ ഡ്രസ്സിൽക്കും മാച്ചാവും. അതേപോലെ സ്കൂളിലൊക്കെ കളേഴ്സ്ഡ് യൂണിഫോം എല്ലാത്തിനും മാച്ചായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം 3mm ഗിയർ വയറിലോട്ട് 2 ഗ്ലാസ് ബീഡ്, ഒരു സ്മൈലി ബീഡ്, വീണ്ടും 2 ഗ്ലാസ് ബീഡ്, ഒരു സ്മൈലി ബീഡ്, ഇങ്ങനെ ഒരു പാറ്റേണിലാട്ടോ ആദ്യം കോർത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാല കോർക്കണ പോലെ കുറച്ചധികം കോർത്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഞാനിപ്പോഴും ഗിയർ വയർ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ലെങ്ത്ത് ഇങ്ങനെ നീട്ടി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കട്ട് ചെയ്താൽ നമുക്ക് എത്ര വേണ്ടി വരുമെന്ന് അറിയില്ലല്ലോ. നമ്മൾ ചുറ്റിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞിട്ടൊക്കെ പോകും. അപ്പോൾ വീണ്ടും നമ്മളിത് ഗിയർ വയർ വീണ്ടും എടുത്തിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതേപോലെ ഒരു പാറ്റേണിൽ കോർത്തെടുക്കുക. അതേപോലെ മാല കോർത്താലും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്ലെയിൻ മെറ്റൽ ഹെയർ ബോളും ചെയ്യുക, അതേപോലെ സാറ്റിൻ കവേർഡിലും ചെയ്യുക കേട്ടോ. ഞാനിവിടെ സാറ്റിൻ കവേർഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ വയറ് നമ്മൾ വെച്ച് നോക്കിയിട്ട് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് നോക്കുക. കുറച്ചധികം കോർത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നോക്കുക. ഇനി ബാൻഡിലോട്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. വയറ് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ചെവിയുടെ ഭാഗത്ത് അവിടെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മക്കൾക്ക് അവിടെ ബീഡ്സൊക്കെ ഇരുന്നിട്ട് ആകെ ഡിസ്റ്റർബൻസ് ആവും. പിന്നെ ബീഡ്സൊക്കെ ഇരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് നേരമൊക്കെ ഇടുമ്പോൾ ചെവിയുടെ അവിടെ വേദന എടുക്കും കേട്ടോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ ഒരു 2-3 റൗണ്ട് ഇങ്ങനെ നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്യുക, ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് 2 ഗ്ലാസ് ബീഡ് ഇതേപോലെ വെച്ചിട്ട് വീണ്ടും ഒരു 2-3 റൗണ്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ നന്നായിട്ട് ടൈറ്റിൽ ഇരിക്കും, ഇളവി പോരൊന്നുമില്ല കേട്ടോ. ഇത് ചെയ്തതിന് ശേഷം അടുത്തത് സ്മൈലി ബീഡ്സും ഇതേപോലെ എടുത്തിട്ട് കണ്ടില്ലേ, ഇതേപോലെ വെച്ചിട്ട് വീണ്ടും 2-3 റൗണ്ട് ഗിയർ വയർ നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് ചുറ്റിച്ചെടുക്കുക കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. വീണ്ടും 2 ഗ്ലാസ് ബീഡ് അങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു സ്മൈലി ബീഡ്, അങ്ങനെ ഒരു പാറ്റേണിലാണ് കേട്ടോ. നമുക്ക് വ്യക്തമാവാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 ചെയ്യുന്നത് കാണിക്കാം. പിന്നെ ഈ ബീഡ്സൊക്കെ ഇന്ന് എല്ലായിടത്തും അവൈലബിൾ ആട്ടോ. നമുക്ക് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും ഉണ്ടാവും. അതേപോലെ നമ്മൾ ഒരുവിധം സിറ്റീസിലൊക്കെ ബട്ടൺ ഹൗസസ് ഉണ്ടാവും കേട്ടോ. അവിടെയൊക്കെ ഈ ബീഡ്സ് അവൈലബിൾ ആണ്. പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, അവിടെയൊക്കെ അവൈലബിൾ ആണ്. മീഷോയിൽ ഈ ഒരു ബോക്സിന് ഏകദേശം 200-250 ആ റേഞ്ചിലൊക്കെ നമുക്ക് അവൈലബിൾ ആട്ടോ. ഷോപ്പിലൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മീഷോയിൽ കുറച്ച് റേറ്റ് കുറവാട്ടോ. ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു ബോക്സിന് മീഷോയിൽ കാണിക്കുന്നത് 200 ആ റേഞ്ച് മുതലുള്ള ബോക്സസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഗിയർ വയർ കട്ട് ചെയ്തില്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ലെങ്ത്ത് ഇങ്ങനെ കൂട്ടി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിത് പകുതികന്ന് വെച്ചിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനിയിത് നമുക്ക് ഹെയർ ബാൻഡിൽ മൊത്തത്തിലൊന്ന് ഇതേപോലെ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് ഗിയർ വയർ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ബീഡ്സ് വെച്ചതിൻ്റെ ഇപ്പുറത്തൂടെയും മുകളിലോട്ട് ഇങ്ങനെ ഇതേപോലെ ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. വീഡിയോയിൽ വ്യക്തമാവുണ്ടെന്ന് വിചാരിക്കുന്നു.
ഇതേപോലെ ചുറ്റിച്ചാൽ അത് നല്ല ടൈറ്റിൽ അവിടെ നിൽക്കട്ടെ, ഇളവി പോരൊന്നുമില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡ് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് മക്കൾക്കൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇനി ഒന്നുകൂടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ B7000ൻ്റെ ഗ്ലൂ എടുത്തിട്ട് 2 സൈഡിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇളകി പോരാതെ അവിടെ നന്നായിട്ട് സ്റ്റിക്കായിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അതാ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഈ ഹെയർ ബാൻഡിലോട്ട് മാച്ചാക്കിയിട്ട് ഞാനൊരു ബ്രേസ്ലെറ്റോട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് മേക്ക് ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇലാസ്റ്റിക് ബാൻഡ് കേട്ടോ യൂസ് ആക്കുന്നത്. അപ്പോൾ ഇതാ ഇലാസ്റ്റിക് ബാൻഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് നൈലോൺ ബാൻഡ് വേണമെങ്കിൽ യൂസ് ആക്കാം കേട്ടോ. നൈലോൺ ബാൻഡ് ആകുമ്പോൾ ഇലാസ്റ്റിക് ബാൻഡ് ആകുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വലിഞ്ഞിട്ട് നമുക്ക് ലോബ്സ്റ്ററിൻ്റെയും ജം റിങ്സിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇലാസ്റ്റിക് നൈലോൺ ബാൻഡ് ആകുമ്പോൾ അപ്പോൾ അതൊക്കെ വേണ്ടി വരും. അപ്പോൾ ഞാനിതിന് 2 സൈഡിലോട്ടും 3 ബീഡ്സും സെൻറ്ററിൽ സ്മൈലി ബീഡുമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒരു തെറ്റോ സ്മൈലി ബീഡിൻ്റെ ഉള്ളിലൂടെ അപ്പുറത്തോട്ട് വീഡിയോയിൽ കാണുന്ന പോലെ അപ്പുറത്തോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അതേപോലെ ഇപ്പുറത്തെ സൈഡും ഇപ്പുറത്തൂടെ എടുത്തിട്ട് നമ്മൾ എടുത്ത ഭാഗത്തോട്ട് തന്നെ ഒന്നിങ്ങോട്ട് വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കതൊരു ഫ്ലവറിൻ്റെ രൂപത്തിൽ കിട്ടും. കണ്ടില്ലേ, ഇതേപോലെ ചെയ്തെടുക്കുക. ഇനി 2 സൈഡിലും ഓരോ ബീഡ്സ് ഇട്ടുകൊടുക്കാം. അപ്പോൾ അതൊരു ഫ്ലവർ ഫില്ലായിട്ട് വരും കേട്ടോ. കണ്ടില്ലേ. ഇനി സെയിം ബീഡ് അപ്പുറത്തും ഇതേപോലെ ഒരെണ്ണം ഇട്ടുകൊടുക്കുക. കണ്ടോ. ഇനി ഇതിൻ്റെ 2 സൈഡിലും നമുക്ക് എത്രയാണോ കൈയുടെ വണ്ണം അതിനനുസരിച്ച് ആവശ്യത്തിന് ഇട്ടെടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ മകളുടെ കൈയിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഇപ്പുറത്ത് 8 അപ്പുറത്ത് 8 വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അത് ഇലാസ്റ്റിക് ബാൻഡ് ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ കെട്ടിയാൽ മതി. നമ്മൾ കൈയിനനുസരിച്ച് അഡ്ജസ്റ്റ് ആയിട്ട് വലിഞ്ഞ് വന്നോളും. പിന്നെ ഇലാസ്റ്റിക് ബാൻഡ് ആകുമ്പോൾ 2 സൈഡിലും ഒരു സൈഡിൽ ജം റിങ്സും അപ്പുറത്തെ സൈഡിൽ കൊളുത്തും ലോബ്സ്റ്ററും ഇട്ടിട്ട് കെട്ടി കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇത് ബാലൻസ് വരുന്ന വയർ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റാക്കി കൊടുക്കുക. കണ്ട, ഇത്രയേ ഉള്ളൂ, നമ്മൾ ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാട്ടോ. അതാ കണ്ട, കുഞ്ഞു മക്കളുടെ കയ്യിലൊക്കെ ഇട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് റിങ്ങൊക്കെ ചെയ്തെടുക്കാം കേട്ടോ, ചെറിയ ബീഡ്സ് വെച്ചിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.